ആഗതരായിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രോഗ്രാം ഞാനിവിടെ അവതരിപ്പിക്കുന്നു. എൻ്റെ രോദനം. നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ച് എൻ്റെ ഹൃദയ നൊമ്പരങ്ങളുടെ കഥകൾ നിങ്ങളോട് തുറന്നു പറയുന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, എന്നെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ദൈവത്തിൻ്റെ ശ്വാസമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, എങ്കിലും ഞാൻ മാറുകയില്ല. നിങ്ങളുടെ ദീപവും പ്രകാശവുമാണ്. ഞാൻ നിങ്ങളുടെ കണ്ണാടിയാണ്. പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഇരുവായുത്തലയുള്ള വാളാണ്. ഇങ്ങനെ അനവധി സ്വഭാവ വിശേഷങ്ങളാണ് എനിക്കുള്ളത്. ഈ ഒരുപാട് വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട്. ആത്മീക ലോകത്തും രാഷ്ട്രീയ മേഖലയിലും സിനിമാ ലോകത്തുമുള്ള മിക്ക പേർക്കും എന്നെ അറിയാം. ചിലർക്ക് വേണ്ട വിധത്തിൽ എന്നെ അറിയുകയുമില്ല. എൻ്റെ ജനനം വളരെ വർഷങ്ങൾക്ക് മുൻപ് അനേകം പ്രവാചകന്മാരും മറ്റും പല സ്ഥലങ്ങളിലിരുന്ന് എഴുതിയതാണ്. 66 മാർബിൾ ശിലകളാൽ പടുത്തുയർത്തിയ ഒരു മനോഹര ഹർമ്മ്യമാണ് ഞാൻ. ഈ എന്നിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ആദ്യം 5 മണ്ഡപങ്ങളുള്ള പൂമുഖം. അതാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. അതിനുശേഷം ഒരു ചിത്രശാല, യുദ്ധസ്ഥലങ്ങളുടെ ചിത്രം, വീരപരാക്രമശാലികളുടെ ചിത്രം, യോദ്ധാക്കൾ, ന്യായാധിപന്മാർ, രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, രാജതന്ത്രജ്ഞന്മാർ എന്നിവയെല്ലാം ആ ചിത്രശാലയിൽ നിങ്ങൾക്ക് കാണാം. അതായത് യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങൾ. അടുത്ത മുറി തത്വജ്ഞാനിയുടേതാണ്. ആരാണ് ആ തത്വജ്ഞാനി? മഹാഭക്തനും ധനികനുമായ ഇയ്യോബാണത്. ഇയ്യോബ് ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഈ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് തത്വജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് സംഗീതമുറി. 150 ഗാനങ്ങൾ അടങ്ങിയ പുസ്തകം നിങ്ങൾക്കവിടെ കാണാം. അടുത്ത മുറി വ്യാപാര ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഒരു ഓഫീസ് റൂം. അവിടെ യഹോവ ഭക്തി, ജീവിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ, അതാണ് സദർശ്യവാക്യങ്ങൾ. പിന്നാലെ വരുന്നത് ഒരു ചാപ്പൽ മുറി. എല്ലാത്തിൻ്റെയും സാരം ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന ആഹ്വാനമാണ് സഭാപ്രസംഗി ചാപ്പൽ മുറിയിൽ നിന്നും വിളിച്ചു പറയുന്നത്. ശേഷം വരുന്നത് ഒരു മണിയറ. അതിൽ പ്രിയനും പ്രിയയുമുണ്ട്. അതാണ് ഉത്തമഗീതം. അനന്തരം ഒരു നക്ഷത്ര ബംഗ്ലാവ്. ദൂരദർശനിയിലൂടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും വിളിച്ചു പറയുന്ന യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള ദൈവത്തിൻ്റെ ദർശകന്മാരാണ് അവർ. അടുത്തത് രാജാവിൻ്റെ സന്ദർശന മുറി. രാജാവിൻ്റെ 4 ചതുർമുഖച്ഛായ ചിത്രം 4 ചുവരുകളിലായി അവിടെ കാണാം. മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷങ്ങൾ. രാജാവ്, ദാസൻ, പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം എന്നിങ്ങനെയാണ് ഇവിടെ രാജാവിനെ പരിചയപ്പെടുത്തുന്നത്. ശേഷം വരുന്നത് ഊർജ കേന്ദ്രശാലിയായ അപ്പസ്തോല പ്രവർത്തികൾ. തുടർന്നുള്ള മുറി ഒരു എഴുത്തുകുത്തു മുറിയാണ്. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ. ഒടുവിലത്തെ മുറിയാണ് രാജാവിൻ്റെ സിംഹാസന മുറി. അതാണ് വെളിപ്പാട്. ഞാനാണ് ചിലർ വിളിക്കുന്ന കറുത്ത പുസ്തകം ആയ ബൈബിൾ. എന്നെ ഇന്ന് പലർക്കും വേണ്ട വിധത്തിൽ അറിയുകയും ഇല്ല. എന്നെ എടുത്തുകൊണ്ട് ചില അച്ചായന്മാരും അമ്മാമ്മമാരും പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ ഓട്ടമാണ്. ചിലർ എന്നെ കഷത്തിൽ വെച്ച് ഞെക്കി വേദനിപ്പിക്കാറുണ്ട്. ഇതെല്ലാം സഹിച്ച് ഞാൻ വളരെ വേദനയോടെ മുൻപോട്ട് പോകുന്നു. ചിലർ എന്നെ ജീവിതത്തിൽ 2 സന്ദർഭങ്ങളിൽ മാത്രമേ എടുക്കാറുള്ളൂ. 1, വിവാഹ ദിവസം സ്റ്റേജിൽ കയറാൻ. 2, പേടിയും പനിയും വരുമ്പോൾ തലയുണയുടെ കീഴിൽ വെച്ച് കിടന്ന് ഉറങ്ങാൻ. നിങ്ങളെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, അത് ചിലരുടെ പ്രത്യേകതയാണ്. പിന്നെ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് പെന്തക്കോസ്തുകാരാണ്.
കാരണം എന്ത് തെറ്റ് ചെയ്തിട്ടും വേട്ടക്കാരൻ പക്ഷിയെ പിടിക്കുന്ന പോലെ എൻ്റെ ഉള്ളിൽ നിന്നും ഒരു വാക്യം കണ്ടുപിടിച്ച് എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞ് തട്ടിവിടും. ആ ഉന്നം വെച്ച വാക്യം ചെന്ന് കൊള്ളേണ്ടിടത്ത് കൊള്ളും. ഉടനെ വാക്യം വായിച്ച സഹോദരന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടും. അത് പോയി അതിൻ്റെ വേല തികച്ചേ മടങ്ങി വരികയുള്ളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് എന്നെ ആളുകൾ പ്രയോഗിക്കുന്നത്. ചിലർ എനിക്ക് ഒട്ടും സമാധാനം തരികയില്ല. എൻ്റെ നെഞ്ചത്ത് വിവിധ മഷികൾ കൊണ്ട് കുത്തി വരയ്ക്കും. വേറെ ചിലർ ആത്മാഭിഷേകം കൂടുമ്പോൾ എന്നെ പൊക്കിയെടുത്ത് ഒറ്റ കൈ കൊണ്ട് സർവശക്തിയും ഉപയോഗിച്ച് പടാ പടാ എന്നെൻ്റെ നെഞ്ചത്തടിക്കും. എൻ്റെ നെഞ്ച് തകർന്നു പോകുന്ന നിമിഷങ്ങളാണത്. കൂടാതെ ചിലർ എന്നെ ശുശ്രൂഷ സമയത്ത് മേശപ്പുറത്ത് വെച്ച് ഇടിയോടെ ഇടിയാണ്. പിന്നെയോ സ്തോത്രകാഴ്ചയുടെ പാട്ട് പാടുമ്പോൾ കൈകൾ കൂട്ടിയടിച്ചാൽ വേദനിക്കുന്ന ചിലരുണ്ട്. അവർ എന്നെ തബല, ട്രിപ്പിൾ ഡ്രം എന്നിവയാക്കാറുണ്ട്. ഇതൊക്കെ സഹിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. തീർന്നില്ല. പാസ്റ്റർക്കെതിരെ പാറ പണിയുന്നതും എൻ്റെ പഴയ സ്വഭാവം ഞാൻ എടുക്കണോ എന്നുള്ള വീരവാദം മുഴക്കുന്നതും അധികാരത്തിന് വേണ്ടി മൽപ്പിടുത്തം നടത്തുന്നതും എൻ്റെ മുൻപിൽ വെച്ചാണ്. ആദിപിതാക്കന്മാർ എന്നെ എടുത്തത് വളരെ ബഹുമാനത്തോടെയായിരുന്നു. ഇതിൻ്റെ എല്ലാം നടുവിലും എന്നെ ഭയഭക്തിയോടുകൂടി കൊണ്ടു നടക്കുന്ന അനേകരുണ്ട്. നിങ്ങൾക്കെന്നെ പുറമേ നോക്കുമ്പോൾ ഒന്നും കണ്ടു എന്ന് വരികയില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനങ്ങളാണ് എന്നിലുള്ളത്. ആദിയിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും വരുവാനുള്ളതും എനിക്കറിയാം. എന്നെ സ്നേഹിക്കൂ, എന്നെ നിങ്ങളുടെ ഉള്ളിലാക്കൂ, ഞാൻ നിങ്ങളെ മുദ്രമോതിരമാക്കാം. എൻ്റെ ഉള്ളിലുള്ള തിരുവചനങ്ങളെ എന്നെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല ഗുരുനാഥന്റെ ആടുകളാക്കി തീർക്കുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഇത് അന്ത്യകാലമാണ്. ആകയാൽ എന്നെയും ദൈവത്തെയും മാനിക്കേണ്ട വിധത്തിൽ മാനിച്ചില്ല എങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ന്യായവിസ്താര ദിവസത്തിൽ അവിടെ വെച്ച് വിധി കേൾക്കാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുവരെയും ഗുഡ് ബൈ എന്ന് സ്വന്തം ബൈബിൾ.